നിസ്സഹായരായിരുന്ന ആട്ടിടയർക്കാണ്, ദാരിദ്ര്യത്തിൻ്റെ രുചി അറിഞ്ഞ ആട്ടിടയർക്കാണ് കർത്താവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആരാണ് എനിക്ക് കൂട്ടിനുള്ളത്, ആരാണ് എനിക്ക് ഉണ്ടാകുക എന്ന് ചിന്തിക്കുമ്പോൾ നിസ്സഹായതയിൽ ദൈവത്തിൻ്റെ സ്വരം നിന്റെ കൂടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അവര് ഒരു പ്രതീക്ഷയുമില്ല, അവർക്ക് ആകെയുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: ഈ ആടുകളെ ഭംഗിയായിട്ട് നോക്കണം, ഈ ആടുകളെ ചെന്നായ്ക്കളുടെ നിന്ന് സംരക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതം ഇനി മുന്നോട്ടുണ്ടോ എന്നുള്ള ചിന്ത പോലും അവർക്കില്ല. എന്നാൽ ഈ ആട്ടിടയർക്കാണ് ദൈവികദൂതൻ ദൈവത്തെ കാണാനുള്ള ആ വരം ലഭിച്ചെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ കാണാൻ വരം കിട്ടിയത്. 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ കാണാനുള്ള വരം ലഭിച്ചതെന്ന് കേട്ട നിമിഷം തിടുക്കത്തിൽ അവർ ദൈവിക സ്വരത്തിനനുസരിച്ച് യാത്ര ചെയ്തു എന്നുള്ളതാണ്. ദൈവിക സ്വരത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്നവർക്കാണ് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർക്കാണ് ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ, ദൈവത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തില് ദൈവവചനമുണ്ടോ, ദൈവിക സ്വരങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവിക സ്വരം കേൾക്കാൻ ഈ ബലിപീഠത്തിന്റെ അരികിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ്. ഈ ആട്ടിടയർ യാത്ര ചെയ്തു പുൽക്കൂട്ടിലേക്ക്. ഈ ബലിപീഠത്തില് ഓരോ ദിവസവും നീ യാത്ര ചെയ്യുമ്പോൾ, തിടുക്കത്തിൽ യാത്ര ചെയ്യുമ്പോൾ, എന്ന് ഈ തിടുക്കം കുറയുന്നു, എന്ന് നീ മടി പിടിക്കുന്നു, അന്ന് നിനക്ക് നിന്റെ ദൈവത്തിന്റെ സ്വരം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് ബാക്കി ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ തിടുക്കുണ്ട്. സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ എന്താ തിടുക്കം, ഒരു പിക്നിക്ക് പോകണമെന്ന് പറയുമ്പോൾ എന്താ തിടുക്കം, ഇനി ഒരു കല്യാണത്തിന് പോകുന്നു, നമ്മൾ എന്താ ഒരുക്കം അല്ലേ. എന്നാ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, എൻ്റെ ദൈവത്തെ കാണാൻ പോകണം എന്ന് പറയുമ്പോഴേക്കും ഒരാൾ ആ വഴി പോയി, മറ്റേ ഈ വഴി പോയി, ഇങ്ങനെ കറങ്ങി നമ്മള് കണ്ണാടിന് മുമ്പിൽ കുറെ നേരം നിന്ന് പോണോ, ഒന്ന് അവിടെ ആ പ്രസംഗമൊക്കെ ആവട്ടെ, ആയി കഴിയട്ടെ, അത് കഴിയുമ്പോൾ ഇവിടെ എത്തിയാൽ മതി. എത്തിയാലോ നമ്മൾ അവിടെയൊക്കെ നോക്കി ആ പുറത്തൊക്കെ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നമ്മൾ പോകുന്നു. എന്നാൽ ആട്ടിടയന്മാർ ചെയ്ത കാര്യം എന്താ? തിടുക്കത്തിൽ അവർ യാത്ര ചെയ്യുക, മറ്റൊരു സ്ഥലങ്ങളിലേക്കും അവരുടെ കോൺസെൻട്രേഷൻ പോയിട്ടില്ല. നേരെ എനിക്ക് ലഭിച്ച വിളി അനുസരിച്ചുള്ള യാത്രയാ, എനിക്ക് കാണേണ്ടതിന്റെ ദൈവത്തെയാണ്, എനിക്ക് ഈ തിടുക്കത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ക്രിസ്മസ് വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതോടുകൂടി നമ്മളുടെ തിടുക്കം അവസാനിക്കും, തീഷ്ണത കുറയും. ഇനി അടുത്ത ഈസ്റ്റർ ആകട്ടെ, അടുത്ത നോമ്പുണ്ടല്ലോ, അപ്പൊ നമ്മൾ തുടങ്ങും, ഒന്നും കൂടി ഞാൻ തുടങ്ങും. അങ്ങനെ ആകാതിരിക്കട്ടെ, തിടുക്കമുള്ളവരായിട്ട് മാറുക. കേട്ട ആ സ്വരത്തിനനുസരിച്ച് ഞാൻ ഓടണം. എവിടേക്കാ? ഈ ബലിപീഠത്തിലേക്കാണ് ഓടേണ്ടത്, മറ്റൊരു സ്ഥലത്തേക്കുമല്ല. ആട്ടിടയർ പോയത് ബെത്ലഹേമിലേക്കാ. ഇതുപോലെ നിന്റെ ബെത്ലഹേമാണ് ഈ ബലിപീഠം. ഈ ബലിപീഠത്തിലേക്ക് വരാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ചിന്തിക്കേണ്ടത്. രണ്ടാമതായിട്ട്, തങ്ങളുടെ ജീവനും സ്വത്തുമായിട്ടുള്ള ആടുകളെ ഉപേക്ഷിച്ചാണ് അവരിറങ്ങുന്നത് എന്നുള്ളതാണ്. ആടുകളെ ഉപേക്ഷിച്ച ഈ ആട്ടിടയന്മാർക്ക് ആകെ ജീവിതത്തിലുള്ള കാര്യം ഇതാണ്. ഈ ആടുകളെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഈ രക്ഷകനെ കാണാൻ വേണ്ടി ഈ ആടുകളെ പ്രധാനപ്പെട്ടതാണ്. ഈ രക്ഷകൻ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നു. എനിക്ക് എൻ്റെ സ്വത്തിനേക്കാൾ, എൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ കർത്താവ് എന്ന ചിന്ത നിനക്കുണ്ടാകുമ്പോഴാണ് രക്ഷകനെ അനുഭവിക്കാൻ പറ്റുക, രക്ഷകനെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഈ ആടുകളെ നോക്കിയിരിക്കുക, അവർക്ക് ചിന്തിക്കാം, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ എല്ലാമാണ്, ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇനി എങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാം, ഇനി എന്ത് ചെയ്യാം എന്നുള്ള ചിന്തകളൊക്കെ അവർക്കുണ്ടാകാം. ഇതൊക്കെ മാറ്റിവെക്കുക. പലപ്പോഴും നമുക്ക് നമ്മുടെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ അയ്യോ എൻ്റെ ആരോഗ്യം അങ്ങോട്ട് നശിച്ചു പോകല്ലേ ഈശ്വര. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ദൈവത്തേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഇന്ന് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു സമയത്ത് നിനക്കൊന്ന് കുർബാനയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാൻ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റുള്ളതാണ് ചിന്തിക്കുമ്പോൾ ഓർക്കുക, ഈ ആട്ടിടയന്മാർ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയപ്പോഴാണ് ആ ആട്ടിടയർക്ക് ദൈവത്തെ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, അവർക്ക് ആത്മാർത്ഥത കൂടുതലായിരുന്നു.
ആത്മാർത്ഥത, വിശ്വസ്തത കൂടുതലുള്ളവർക്കാണ് കർത്താവ് അനുഗ്രഹമായിട്ട് വരിക. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതം പകുതിയാണോ എന്നുള്ളതാണ്. പകുതി സ്വാർത്ഥതകളാണോ, കുറച്ച് സുഖം വേണം എന്നാ ദൈവവും വേണം, അങ്ങനെയുള്ള ചിന്തയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? കാരണം അവർക്ക് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ ആടുകൾക്ക് കൊടുത്തേക്കാണ്. പൂർണ്ണമായിട്ട് കൊടുക്കുന്നവർക്കാണ്, പൂർണ്ണമായിട്ട് പകുത്തു നൽകുന്നവർക്കാണ് കർത്താവിന് അനുഭവം ഉണ്ടാകുകയുള്ളൂ. എൻ്റെ കുടുംബത്തിന് വേണ്ടി അപ്പൻ പൂർണ്ണമായിട്ട് പകുത്തു നൽകിയ അപ്പനാണെങ്കിൽ അപ്പന് ഒരു അപകടവും പറ്റില്ല. ഇതുപോലെ തന്നെ ഈ അമ്മ പൂർണ്ണമായിട്ട് പകുത്തു നൽകിയൊരു അമ്മയാണെങ്കിൽ എല്ലാം സമർപ്പിക്കുക, സ്വാർത്ഥതകളില്ലാതെ അക്ഷീണം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മ. അതുപോലെ മക്കള്, അവരൊക്കെ കർത്താവിനെ കാണുന്നവരാണ്. അതുകൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ നിന്ന അട്ടിടയർക്കാണ് കർത്താവിൻ്റെ വിളി കിട്ടിയത്, കർത്താവിനെ കാണാൻ പറ്റിയത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തിടുക്കത്തിൽ ദൈവസന്നിധിയിലേക്ക് നടക്കാൻ, സ്വന്തമായതിനെ വലിച്ചെറിഞ്ഞ് ദൈവത്തെ കാണാൻ, മൂന്നാമതായിട്ട് പകുത്ത് നൽകിയ മക്കൾക്കാണ് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.